പൊതുദർശന ചടങ്ങുകൾ വീട്ടിൽ ആളുകൾ അണമുറിയാതെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ മുഖ്യമന്ത്രി അവിടേക്ക് എത്തിച്ചേരുമെന്ന് കരുതുന്നു. 4 മണി വരെ ഇതായിരിക്കും അവസ്ഥ. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി 4 മണിയോടെ വീട്ടിൽ നിന്നും മൃതദേഹം പുറത്തേക്കെടുക്കും. 5 മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കാരം. അനുമോദ് ഒപ്പമുണ്ടെന്ന് കരുതുന്നു. അനുമോദ്, കോഴിക്കോട് കോർപ്പറേഷൻ്റെ മാവൂർ റോഡ് ശ്മശാനത്തിന് സ്മൃതി പഥം എന്ന പേരിട്ടത് ഈ അടുത്ത കാലത്താണ്. ഒരുപക്ഷെ അവിടേക്ക് ആദ്യമായി എത്തുന്ന ആദ്യത്തെ വിലാപയായി യാത്രയായി എത്തുന്ന മൃതദേഹവും എം ടിയുടേത് തന്നെയാവാം. കോഴിക്കോടിൻ്റെ ഒരു സ്വകാര്യ നഷ്ടം കൂടിയാണ് എം ടിയുടേത്. എന്താണ് അവിടുത്തെ തയ്യാറെടുപ്പ്? സജിത്ത്, നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം, എം ടി ജന്മം കൊണ്ട് കൂടല്ലൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം അരനൂറ്റാണ്ടിലധികം കാലമായി കോഴിക്കോടിൻ്റെ ഭാഗവാക്കായി കഴിഞ്ഞു. കോഴിക്കോടിൻ്റെ സാംസ്കാരിക സദസ്സുകളിലും സാഹിത്യ സദസ്സുകളിലും ചലച്ചിത്ര മേഖലകളിലും പൊതു പ്രശ്നങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വളരെ സജീവമായിട്ട് ഇടപെട്ട് കോഴിക്കോടിൻ്റെ തന്നെ ഒരു അടയാളമായി മാറുന്ന അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള അദ്ദേഹം തന്നെ ഗുരു എന്ന് വിളിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ വൈക്കം മുഹമ്മദ് ബഷീർ തലയോലപ്പറമ്പിൽ നിന്നെത്തി ബേപ്പൂർ സുൽത്താനായതുപോലെ കൂടല്ലൂരിലെത്തി കോഴിക്കോടിൻ്റെ സ്വന്തം എം ടി ആകുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്കുമുണ്ട് അത്രത്തോളം ഒരു പ്രാധാന്യവും പ്രത്യേകതകളും. അതിൽ നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ സ്മൃതിപഥം എന്ന പേരിട്ട മാവൂർ റോഡ് ശ്മശാനം, അവിടെ ആദ്യമായി സംസ്കരിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ ഭൗതിക ശരീരമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം മാറ്റി വാതകം ഉപയോഗിച്ച് ദഹിപ്പിക്കുന്ന 3 ചൂളകളും പരമ്പരാഗത രീതിയിൽ ദഹിപ്പിക്കുന്ന 2 ചൂളകളുമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദേഹശുദ്ധി വരുത്താനും കർമ്മം ചെയ്യാനും ഒക്കെയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ ഒരു ചക്രം, ചാക്രികതയുടെ അടയാളപ്പെടുത്തൽ കൂടിയാവുന്ന സ്ഥലമാണ് ഈ ശ്മശാനങ്ങൾ എന്നുള്ളത്. പക്ഷേ അവിടെ സ്മൃതിപഥം അത്തരത്തിൽ മറ്റ് ശ്മശാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് അവിടെ ആദ്യമായിട്ട് സംസ്കരിക്കുന്നത് എം ടി വാസുദേവൻ നായരെയാണ് എന്നുള്ളത് തന്നെയാണ്. മലയാളത്തിൻ്റെ ആ അതുല്യ കലാകാരൻ ഓർമ്മയാകുന്നത്, അല്ലെങ്കിൽ ഇനി അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നത് ഈ സ്മൃതിപഥമാണ്. അതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റ് പല നിയോഗങ്ങളെ പോലെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ ഒരു നിയോഗമാവും എന്ന് നമ്മൾ സന്ദർഭേണ സൂചിപ്പിക്കുകയാണ്. കാരണം ഒരു കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും എല്ലാ ഇടങ്ങളിലും സാംസ്കാരിക സാമൂഹിക എല്ലാ തലങ്ങളിലും സജീവമായിരുന്ന എം ടി അദ്ദേഹത്തിൻ്റെ മരണശേഷം ആദ്യം അല്ലെങ്കിൽ മരണശേഷം കടന്നു ചെല്ലുന്നത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു ശ്മശാനത്തിലേക്കാണ് സ്മൃതിപഥം നൽകുന്നത്. അത് മറ്റൊരു തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ആ സ്മൃതിപഥം ഇനി അറിയപ്പെടുക എം ടി വാസുദേവൻ നായരുടെ സംസ്കാര സ്ഥലം എന്ന പേരിലായിരിക്കും. സ്മൃതിപഥം നിർമ്മിച്ച് ആദ്യമായി അവിടെ സംസ്കരിക്കുന്നത് എം ടി വാസുദേവൻ നായരെയാണ് എന്ന പേരിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രത്യേകത കൂടി ഈ ഒരു മേഖലയ്ക്കുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതും. അങ്ങനെ പല തലങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ട കാലത്തെയും വ്യക്തികളെയും ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും എല്ലാത്തിനെയും തൻ്റേതായ ശൈലിയിൽ അടയാളപ്പെടുത്തിയ എം ടി മരണശേഷവും തൻ്റെ നിയോഗം പോലെ ആ അടയാളപ്പെടുത്തൽ തുടരുകയാണ്. സജിത്, എം ടി ബാക്കി വയ്ക്കുന്നത് എന്ത് എന്ന ചോദ്യമാണ്. തൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും എം ഡിയെ അനുസ്മരിക്കുന്ന എല്ലാവരും ഏറെ വൈകാരികമാവുന്നതും ആ കഥാപാത്രങ്ങളിലൂടെ എം ഡിയെ കാണുമ്പോഴാണ്. കാരണം കഥാകാരനെ നഷ്ടമാവുമ്പോൾ കഥാപാത്രങ്ങൾ ജീവിക്കുകയാണ്. അതാണ് ലോകം, അതാണ് എം ഡി അവശേഷിപ്പിച്ച് മടങ്ങുന്നത്. നിസ്സംശയം പറയാം, എം ഡി നഷ്ടമാവുന്നത് ആ ഭൗതിക ദേഹം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, എം ഡി എന്ന ഓർമ്മ
അത് എക്കാലവും നിലനിൽക്കും. ഒരു കഥാകാരൻ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ സൃഷ്ടികർത്താവ് എന്നതിനപ്പുറം നമ്മുടെ പൊതുമണ്ഡലത്തിൽ MT പ്രാസംഗിക തലത്തിലോ അല്ലെങ്കിൽ വലിയ സാമൂഹിക ഇടപെടലോ എഴുത്തിലൂടെ അല്ലാതെ ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ മലയാളികൾക്കെന്നും MT അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ഭാവനകളിലൂടെ ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത. ഏറ്റവും വളരെ കുറച്ച് സംസാരിക്കുന്ന, ചിരിക്കാൻ വളരെ മിതത്വം കാട്ടുന്ന, വളരെ കുറച്ച് ചിരിക്കുന്ന ആ MT നിശബ്ദതയിലൂടെ സഞ്ചരിച്ച ഒരു കഥാകാരൻ കൂടിയായിരുന്നു, നിശബ്ദതയിലൂടെ ആശയവിനിമയം നടത്തിയ വ്യക്തി കൂടിയായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അപൂർവം സന്ദർഭങ്ങളിലാണ് അദ്ദേഹം പൊതുവായ കാര്യങ്ങളും രീതികളും ഒക്കെ പറഞ്ഞത്. മാറുന്ന ഇന്ത്യയുടെ സാഹചര്യങ്ങളിലുള്ള വ്യഥ പങ്കുവെച്ചിട്ടാണ് MT വിടവാങ്ങുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം മാറുന്ന ഇന്ത്യൻ സാഹചര്യങ്ങളെക്കുറിച്ച് ഉള്ള തൻ്റെ ആശങ്ക ഒരു പൊതുവേദിയിൽ അവസാന കാലങ്ങളിലായി ഒരു ദിവസം പങ്കുവച്ചതാണ്. സ്വാഭാവികമായും ആ വ്യഥ ഇനിയുള്ള കാലം ഏറ്റെടുക്കണം. അതാണ് പ്രസക്തമാവുന്നത്. MTയുടെ കഥാകാരനെ വിലയിരുത്തുമ്പോൾ എല്ലാവർക്കും ഓരോ തലത്തിൽ ഓരോ സൂക്ഷ്മ തലങ്ങൾ MT എന്ന കഥാകാരനെ വിലയിരുത്തുമ്പോൾ പ്രകടിപ്പിക്കാറുണ്ട്. കാരണം സാധാരണ MT എന്ന വ്യക്തി MTയെ വിലയിരുത്തുമ്പോൾ ഞാനതിന് യോഗ്യനാണോ എന്ന ചിന്ത എല്ലാവരിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ MTയെ സൂക്ഷ്മതലത്തിൽ കാണാനും വിശകലനം നടത്താനും എല്ലാവരും തന്നെ തയ്യാറാവുന്നുണ്ട്. MT തന്നെ പറഞ്ഞിട്ടുണ്ട്, താനൊരു പുതിയ സൃഷ്ടിയിലേക്ക് കടക്കുമ്പോൾ അത് മറ്റ് മുമ്പുള്ളതിനേക്കാൾ മികച്ചതാവണം, അല്ലെങ്കിൽ എൻ്റെ ആ സൃഷ്ടിക്ക് അടിസ്ഥാനമില്ല എന്ന ചിന്ത. അങ്ങനെ ഊതിക്കാച്ചി മാറ്റുനോക്കി കൃത്യത വരുത്തിയാണ് MT പുതിയ പുതിയ സൃഷ്ടികളിലേക്ക് കടന്നിരിക്കുന്നത്. തനിക്ക് സ്വയം തൃപ്തി നൽകുന്നില്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയാൻ തനിക്ക് മടിയില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഓരോ തവണയും ആദ്യ സൃഷ്ടി മുതൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന 1998 കാഴ്ച എന്ന ചെറുകഥയിലേക്ക് വരെ വരുമ്പോൾ ഓരോന്നും മാറ്റുനോക്കി മിനുക്കിയെടുത്ത MT കഥകളായിരുന്നു, കഥാപാത്രങ്ങളായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്.